പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നവംബർ 10 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ
സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നും നാളെയും കാണാൻ പോകുന്നത് 2 പ്രത്യേക സബ്ജക്റ്റുകളാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട 2 സബ്ജക്റ്റ്. വിശ്വാസ ജീവിതം. ഒന്ന് നേരത്തെ പണ്ട് ഇതിനെക്കുറിച്ച് അതായിട്ടൊന്ന് കണ്ടിട്ടുണ്ട്. റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത്. റിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുനർനിർണയം. അതായത് ചില സമയത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ദൈവം വിശ്വാസ ജീവിതം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് ദൈവമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർജിത കൃപയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ വിശ്വാസം നമുക്ക് നൽകുന്ന സാധ്യതകൾ ഒന്നാണ് കൂദാശ ജീവിതം. കൂദാശ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് കാണപ്പെടാത്ത ദൈവത്തെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോവിശ്വാസം സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. അത് ഒരു ദൈവ ജീവിത വിളിക്ക് അനപേക്ഷണീയമായിട്ടുള്ള വിവാഹം, തിരുപ്പട്ടം മുതലായിട്ടുള്ള ഓരോരോ കൂദാശകളുണ്ട്. അപ്പം അത് ആ ജീവിത വിളിക്ക് അനപേക്ഷണീയമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് കൂദാശകൾ നമുക്ക് നൽകുന്നത്. പിന്നെ ഡേ ടു ഡേ ലൈഫും അതുപോലെ തന്നെ ഇറ്റേണൽ ലൈഫും. ഡേ ടു ഡേ ലൈഫിനും ഇറ്റേണൽ ലൈഫിനും നമുക്ക് ദൈവത്തിൻ്റെ പവർ അല്ലെ പ്രസാദവരം ആവശ്യമാണ്. അപ്പം അത് പലപ്പോഴും വരണത് ആർജിത കൃപയാണ്. ആർജിത കൃപ, ഈശോമിശ നേടിയ കൃപയിൽ ഈശോമിശ നേടിയ കൃപ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപയെന്ന് നമ്മൾ ഉടമ്പടി പറയത്തില്ലേ? അതുപോലെ തന്നെയാണ് കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായെന്നൊക്കെ പറയുന്നത്. കൃപാവരങ്ങളുടെ ഏക മധ്യസ്ഥൻ ഈശോ എന്നുള്ള ആശയത്തിൽ, പക്ഷെ കൃപ ചാനൽ ഔട്ട് ചെയ്ത് വരുമ്പോൾ ആ തടാകം, കൃപയുടെ തടാകത്തുമാകുന്ന യേശുക്രിസ്തു എന്ന് വലിയ പുഴയായി വരുന്ന ഏറ്റവും വലിയ പുഴ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അപ്പം പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾക്ക് മരിയൻ ജീവിത രീതി, അതായത് ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് പോലെയേക്കാൾ പവർഫുള്ളാണ് മരിയൻ ജീവിത രീതി എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമായൊരു ജീവിത രീതിയാണ്. വചനം നമ്മൾക്ക് കൈമാറി തന്നവർ പറഞ്ഞ് നമുക്ക് നൽകിയിട്ടുള്ള മാതൃക അനുസരിച്ചുള്ളതാണ്. പക്ഷേ മരിയൻ ജീവിത രീതി എന്ന് പറഞ്ഞാൽ വചനം നേരിട്ട് ഉദരത്തിലേക്ക് സ്വീകരിച്ച ആളാണ് മറിയം. മറിയം ആ വചനത്തെ വയറ്റിട്ട് വളർത്തി, പെറ്റ് വീട്ടിൽ നിർത്തി വളർത്തി, കുരിശൻ്റെ ചുവട് വരെ ദൈവം ഏൽപ്പിക്കാൻ വേണ്ടി മരിയൻ ഒരു ജീവിത രീതി രൂപപ്പെടുത്തിയെടുത്തായിരുന്നു. അത് സുവിശേഷങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ജീവിത രീതിയാണ്. എന്താണത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് പേഴ്സണൽ ആപ്ലിക്കേഷൻ. വചനത്തിൻ്റെ പേഴ്സണൽ ആപ്ലിക്കേഷനെ കുറിച്ച് അപ്പോസ്റ്റൽ സ്പിരിച്വാലിറ്റി പറയുന്നതിനേക്കാളും വളരെ തീവ്രമായിട്ടാണ് മരിയൻ സ്പിരിച്വാലിറ്റി പറയണത്. ബൈബിളിൽ നമുക്ക് 2 സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണത്. ഒന്ന് അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റി, രണ്ടാമത്തത് മരിയൻ സ്പിരിച്വാലിറ്റി. പക്ഷേ അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റിക്ക് മുമ്പുള്ളതാണ് മരിയൻ സ്പിരിച്വാലിറ്റി. അതാണ് മരിയൻ സ്പിരിച്വാലിറ്റിയുടെ പവർ എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്തി ഭദ്രത എന്ന് പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്. പിന്നെ എന്താണ്? ബി ടു ഡൺ ടു മീ. അത് ഡയറക്റ്റായിട്ട് ഒരു വ്യക്തി പേഴ്സൺ ആസ് പേഴ്സൺ വചനത്തിൻ്റെ ദൈവത്തിൻ്റെ ദൗത്യം, മിഷൻ, എല്ലാ വചനവും മിഷനാണ് ശരിക്കും പറഞ്ഞത്.
അപ്പോൾ ആദ്യ മിഷണറി എന്ന രീതിയിൽ പുതിയ നിയമത്തിലെ ആദ്യ മിഷണറി എന്ന് പറഞ്ഞാൽ ആരാണ്? മേരി. അപ്പം ആ മേരി അതെങ്ങനെ മിഷണറി ആയത്? മംഗളവാർത്തയെ കൊടുത്ത റെസ്പോൺസാണ് ഫിയാത്ത്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്താണ്? അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഈ വചനം എന്നിൽ നിറവേറുന്നതിന് വേണ്ടിയുള്ള ആദ്യ നടപടിക്രമമാണ് സമർപ്പണം. അതാണ് ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പം കർത്താവിനാണ് സമർപ്പിക്കുന്നതായിരിക്കുന്നത്. കർത്താവിനാണ് നമ്മൾ സമർപ്പിക്കുന്നത്. എന്നുവെച്ചാൽ കർത്താവിൻ്റെ വചനത്തിനാണ് നമ്മൾ സമർപ്പിക്കുന്നത്. വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ, വചനം മാത്രമല്ല, സഭയിലാകുമ്പോൾ ഉണ്ടാകുന്ന വിഷയം സുവിശേഷം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സോഴ്സുണ്ട്, ദൈവിക വെളിപാടിൻ്റെ. അതെന്താണ്? അത് ട്രഡീഷനാണ്, പാരമ്പര്യമാണ്. അത് സുവിശേഷം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതാണ്. സുവിശേഷം ഒരു ഫസ്റ്റ് തെസ്സലോനിക്ക ലേഖനങ്ങളൊക്കെ എഴുതുന്നതാണ് ആദ്യത്തെ പുസ്തകങ്ങൾ. റിട്ടേൺ ട്രഡീഷനിൽ വരണത് തെസ്സലോനിക്കയാണ്. അപ്പം അതിന് മുമ്പ് ട്രഡീഷനുണ്ട്. അതിനു മുമ്പുണ്ടായിരുന്ന പരിശുദ്ധ കുർബാനയെല്ലാം ട്രഡീഷണലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പരിശുദ്ധ കുർബാനയും അതിനോട് വന്ന ജ്ഞാനസ്ഥാനങ്ങളും ഒക്കെ ട്രഡീഷണലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, പാരമ്പര്യമായിട്ട്. അതിനുശേഷമാണ് അത് റിട്ടേൺ ആയത്. മനസ്സിലായി? അതുകൊണ്ടാണ് സഭയുടെ ട്രഡീഷൻസ് നമുക്ക് ഹോളി ആയിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം ആ ദൈവികമായ പദ്ധതികളെല്ലാം ആദ്യം നമുക്ക് തന്നത് പാരമ്പര്യം അനുസരിച്ചാണ്. അപ്പം ആ പാരമ്പര്യമൊന്നും ഇല്ലാത്ത സഭാകൂട്ടങ്ങൾ, ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആ പാരമ്പര്യങ്ങളോ ഹിസ്റ്ററിയോ ഒന്നും ഉണ്ടാകത്തില്ല. അവർ പക്ഷെ അതിനെ നിഷേധിക്കും. അത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം, ഇങ്ങനെ മാതാവാണ് ഫസ്റ്റ് ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നതും ഫസ്റ്റ് ഡിസൈപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാതാവ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഡാർക്ക് ഏജസ് വന്നിട്ടുണ്ട്. ഡാർക്ക് ഏജ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം വരും. പക്ഷെ ഡാർക്ക് ഏജ് വന്നാലും അമ്മ മുന്നോട്ട് പോകും. ഡാർക്ക് ടൈം ഉണ്ടാകും. അപ്പം ഇതിനാണ് നമ്മൾ നേരത്തെ അച്ഛൻ പറഞ്ഞില്ല, എന്താണ് റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത്. ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്, അതായത് ജോൺ ഓഫ് ദി ക്രോസ് ഒക്കെ പറയുന്ന ആത്മാവിൻ്റെ രാത്രി, അതായത് ഒരു ലോങ് കമ്മ്യൂണിക്കേഷൻ, ദൈവത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലഭിക്കുന്നില്ല. പ്രെയർ ചെയ്യാൻ നമുക്ക് പറ്റണില്ല, വചനം വായിക്കാൻ പറ്റണില്ല. അഥവാ 1-2 പേജ് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അപ്പം തന്നെ മടക്കി വെക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു എരിവ് തോന്നണില്ല, തീക്ഷ്ണം തോന്നണില്ല. പിന്നെ പിന്നെ അവന് കുർബാന പള്ളിയിൽ പോകാനോ ഒന്നും മടുപ്പ് തോന്നുക. കാര്യം ദൈവത്തെ തന്നെ ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന സ്വാഭാവികം, എല്ലാവർക്കും ഉണ്ടാവും അത്. അതിനാണ് ഡാർക്ക് ഏജ് എന്ന് വെച്ച് ഫെയ്ത്ത്. ജോൺ ഓഫ് ദി ക്രോസ് അതിന് ആത്മാവിൻ്റെ രാത്രി എന്നാണ് പറയുന്നത്, കാണാൻ പറ്റാത്ത രാത്രി. പക്ഷേ ഈ സംഭവം, ഈ കാലം ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ രാത്രി അല്ല. അത് ആത്മാവിൻ്റെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിവിഷൻ ഓഫ് ഫെയ്ത്തിൻ്റെ ടൈം. റിവിഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ കാലങ്ങളിലെല്ലാം, കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ വന്നിട്ടുള്ള ബ്ലാക്ക് ഔട്ടുകളിൽ എടുത്ത നിലപാടുകളെ ഓർത്ത് നമ്മൾക്ക് അനുതാപം ഉണ്ടാകണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസം, റിവിഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഏറ്റവും കൂടുതൽ വിശ്വാസം എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലാണ് ഉണ്ടായത്. അതിനാണ് അത് ആ ദൈവം തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പം അതാണ്, അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിന് ഉത്കണ്ഠാകുലരായിരിക്കുന്നു? 5000 പേരെ തീറ്റിപ്പോറ്റിയ 5 അപ്പത്തെ കുറിച്ച് 7000 പേരെ തീറ്റിപ്പോറ്റിയ 4 അപ്പത്തെക്കുറിച്ചും
നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതാ വിഷയം. അത് വെച്ചാൽ ഈ ഇല്ലായ്മ വരുമ്പോൾ, വിശ്വാസം ഇല്ലായ്മ വരുമ്പോൾ, വിശ്വാസം സമൃദ്ധമായ ഒരു ഇന്നലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്നുവെച്ചാൽ ആ ദൈവം തന്നെയാണ് ഇന്നും ഉള്ളതെന്ന വിഷയം. അതാ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് റിവിഷൻ ഓഫ് ഫെയ്ത്തിൻ്റെ കൺക്ലൂഷൻ അതാണ്. അതായത് സുവിശേഷം 16:8 യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, എന്ന് അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നുവോ? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 16:9 5000 പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അതാണ് വിഷയം. ഇപ്പം ഇങ്ങനെ റിവിഷൻ ഓഫ് ഫെയ്ത്തിൽ വരണത്, ഇപ്പോൾ ഒരു ഡാർക്ക് ഏജ് വന്നാൽ, ബ്ലാക്ക് സ്പോട്ട് ഫെയ്ത്തിൽ വന്നാൽ, ദൈവത്തെ ഫീൽ ചെയ്യുന്നില്ലാത്തൊരു കാലഘട്ടം വന്നാൽ, നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഉടനെ നമ്മൾ കഴിഞ്ഞ കാലത്ത് ദൈവം എന്തും നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ടൈമിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോ പറഞ്ഞാൽ ആ 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടയാണ് നിങ്ങൾ സ്വീകരിച്ചത്? എന്നുവെച്ചാൽ ആ ദൈവം തന്നെയാണ്, ആ ഈശോ തന്നെയാണ് നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കൂടെയുള്ളത്. അത് പറയാൻ കാരണം, ഈ ബൈബിൾ അവസാനിക്കുമ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം ഇല്ലേ, 28:20 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർ ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും. എന്താ വിഷയം? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, വെദർ യു എക്സ്പീരിയൻസ് മീ ഓർ നോട്ട്. മനസ്സിലായി? അപ്പം നമുക്ക് വിശ്വാസം തോന്നിയാലും ഇല്ലെങ്കിലും അത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ബാധിക്കുന്നില്ല. കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോഴേ ഇപ്പം നമുക്ക് 0 എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഫെയ്ത്ത് ബ്ലാക്ക് ഔട്ടാണ്, നമുക്കിപ്പോഴ് ഒരു ഡാർക്ക് ഏജ് ആണ് വരണമെങ്കിലും, നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവാനുഭവം പ്രാപിച്ച ഒരു കാലമുണ്ട്, ദൈവത്തെ അനുഭവിച്ച കാലം. ചിലപ്പോൾ ആദ്യ കുർബാന ആയിരിക്കാം, ആദ്യ കുർബാന കാലമായിരിക്കാം, അല്ലെങ്കിൽ പരീക്ഷ ജയിച്ച കാലമായിരിക്കാം, അല്ലെങ്കിൽ അപകടം രക്ഷിച്ച കാലമായിരിക്കാം, കുടുംബങ്ങളിൽ നമ്മൾ പ്രാർത്ഥന ചങ്കയെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മളെ കേട്ട കാര്യമായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സങ്കടം കൊണ്ട് നമ്മളത് മറന്നു പോണതാണ്. ദൈവം ഇല്ലാത്ത കൊണ്ടല്ല, ഇപ്പോഴേ സങ്കടം കയറിയപ്പോൾ നമ്മൾ പഴയ എക്സ്പീരിയൻസ് എല്ലാം മറന്നു പോകുമ്പോൾ കർത്താവ് തരുന്ന മരുന്ന് എന്താണ്? ഓർമ്മിക്കണില്ലേ? 5000 പേരുടെ 5 അപ്പം, 4000 പേരുടെ 7 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എന്നാ. അപ്പം ഓർമ്മിക്കുക, പഴയ കാലങ്ങളെ ദൈവാനുഗ്രഹം ഓർമ്മിപ്പിക്കുക ആണ് ഫെയ്ത്ത് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ ആത്മാവിൻ്റെ രാത്രിയിലാണ് നടക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രി, 0 ഗോഡ് എക്സ്പീരിയൻസിൻ്റെ ടൈമിന് അങ്ങനെ വരാം. അപ്പം തന്നെ എമർജൻസി ആയിട്ട് ഓർക്കുക, മത്തായിയുടെ 28:20 കാലത്തിൻ്റെ അവസാനം വരെ ഈശോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാലമായാലും പ്രപഞ്ചത്തിൻ്റെ കാലമായാലും ഗോഡ് ഈസ് പ്രസൻറ്റ്. ഒരിക്കലും ഗോഡ് ആബ്സെൻ്റ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്, പൂർവ്വകാലങ്ങളിൽ ദൈവത്തിൻ്റെ ആ മാനിഫെസ്റ്റേഷൻ റീകോൾ ചെയ്യുക, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്തെടുത്തിട്ട് നന്ദി പറയുക.